ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു അടിപൊളി പാലക് പനീറാണ് നമ്മൾ ചെയ്യാൻ പോണത്. ചെറിയ ഫ്ലോപ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ അത് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മൾ പനീർ നമുക്ക് മുറിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പോ അല്ലെങ്കിൽ ചെറുതായിട്ട് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒക്കെ ഇടാം. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ പനീർ മാത്രം വെച്ചിട്ട് അങ്ങനെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇതായിരുന്നു കേട്ടോ അവസ്ഥ. സാരില്ലാന്നേ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൂടിപ്പോയതാണ്, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര കട്ടിയായോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, ദോശയ്ക്കുള്ള മാവൊക്കെ ഒന്ന് അരച്ച് വെച്ച് അതിൻ്റെ പാത്രങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഗ്രൈൻഡറും അതിൻ്റെ കുഴവയും ഒക്കെ കഴിക്കും. നമ്മളിതിൻ്റെ കുഴവാന്നാണ് കേട്ടോ പറയുക, ആട്ടുകല്ലിൻ്റെ കുഴവ എന്നാണ് പറയുക. അപ്പം അതൊക്കെ നമ്മൾ കഴുകി വെച്ച് മാവെല്ലാം സെറ്റ് ചെയ്തു. നാളത്തേക്ക് നമുക്കിത് ഇഡ്ഡലി ഉണ്ടാക്കാം. ഞങ്ങൾ എങ്ങനെയാ ചെയ്യുക വെച്ചാൽ, നോർമലി ആദ്യം 2 ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ആദ്യം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തിളപ്പിക്കാൻ വെച്ച് നന്നായി അത്യാവശ്യം തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഈ പാലൊക്കെ ഇട്ട് കൊടുക്കുക. പാലൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് അത്ര ആവശ്യമുള്ളൂ, ഒന്ന് തിളച്ചാൽ മതി. തിളച്ച ഉടനെ തന്നെ അത് മാറ്റിയിട്ട് ഒന്നുമില്ല ഐസ് ക്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പച്ച കളർ അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. ഇതിങ്ങനെ ഒരുമാതിരി പച്ചക്കളർ മാറിയിട്ടുള്ള ഒരു പനീറായിരിക്കില്ല നമുക്ക് വരിക. നേരെ ഇതിന് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ആ പ്രോസസ്സൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പൊ അതെല്ലാം തണുത്ത എടുത്തു. അതിനുശേഷം ഞാനിതിനെ മിക്സിയിലിട്ടിട്ട് ഒരു പച്ചമുളക് ഓപ്ഷനിലാണ്, ഞാൻ ഇട്ടിട്ടില്ല. അതുപോലെ ഗാർലിക്, അതുപോലെ ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഇതിലോട്ട് ഇടുക കേട്ടോ. ഇതിലോട്ടിട്ടിട്ട് നന്നായൊന്ന് പേസ്റ്റ് രൂപത്തിൽ അത് അരച്ചുകൊണ്ട് വരിക. സൈഡിൽ കൂടെ നമുക്കൊരു പാൻ വെക്കാം. പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ജീരകം നന്നായിട്ടൊന്ന് ചൂടായി പൊട്ടുമ്പോൾ അതിൽ കുറച്ച് ഒരു ചെറിയ സൈസിലുള്ള സവാള, അതുപോലെ തന്നെ ഒരു തക്കാളി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എരിവിനനുസരിച്ച് മതി കേട്ടോ. ഞാൻ മുളകിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് ഇട്ടത് കൊണ്ട് തന്നെ ഒരുപാട് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. ഒരുപാട് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ മുളകിന്റെ എണ്ണം ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയാണ് ഇതിൽ വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഗരം മസാല ഇടുന്നുണ്ട്, എന്നാൽ പോലും 2 ഏലക്കായും 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മിക്സിയുടെ ഒപ്പം അരയ്ക്കാട്ടോ. അപ്പൊ നമുക്കിത് കടിക്കാൻ കിട്ടില്ല. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ടു. ഫൈൻ, അത്രയേ ഉള്ളൂ. ഈ മിക്സ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ പനീർ ഇടുക. പനീർ ഓൾറെഡി നമ്മളൊന്ന് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അധികം വേവേണ്ട സമയം നമുക്ക് ഇതിനാവശ്യമായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പനീർ ഇട്ട് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്രീമൊക്കെ ഒഴിക്കാം കേട്ടോ. ക്രീം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം പോലത്തെ നമ്മുടെ അമൂലിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യണേ, അല്ലെങ്കിൽ ഒരുപാട് തിക്കായിപ്പം. അതില്ല, ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 കാഷ്യൂനട്ട് നന്നായിട്ട് അരച്ചിട്ട് ഒഴിക്കാം. 3-4 അരച്ചിട്ട് പേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു 5-6 എടുത്തോളൂ. അത് അല്ല 3-4 ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഉണ്ടല്ലോ, ഒരു സ്പൂൺ തേങ്ങയും ഈ 4 കാഷ്നട്ടും കൂടെ നന്നായി അരയ്ക്കുക. നന്നായി അരച്ച ശേഷം ഇതിലോട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ വളരെ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, എങ്ങനെയാണ് ഈ കരിഞ്ഞ ഭാഗം എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കുകയാണ്. ഒരു കുഴപ്പമില്ല. പിന്നെ ഉപ്പിടാൻ മറക്കരുത്. ഞാൻ ഉപ്പിടുന്നത് കാണിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ. വലിയ സംഭവമൊന്നുമില്ല. കുട്ടികൾ പനീറൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നോൺ സ്പൈസി ആയിട്ട് കൊടുക്കാം. ഭയങ്കര ഹെൽത്തിയും കൂടിയാണ്, കാരണം നമ്മുടെ പാലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ്, നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ റൊട്ടിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ഡിഷാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ, പിന്നെ കാണാം.